10-15 ലക്ഷം രൂപയുടെ തോട്ടം തൊഴിലുറപ്പിനെ കൊണ്ട് ജയിപ്പിച്ച് അവർ പോയിട്ട് വേരിന്റെ അടുത്ത് കളിച്ചു, മൊത്തം ഉണങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ കുരുമുളക് 580 ലിറ്റർ വെയിറ്റ്, അതായത് എക്സ്ട്രാ പ്രീമിയം കുരുമുളകാണ്. അത് എടുത്തിട്ട് ലിറ്റർ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം വരും. 580+ ആണ്. എങ്ങനെ അതിൽ എത്താന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ബോൾഡ്, അതായത് നമ്മൾ എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ കുരുമുളകിന്റെ ക്വാളിറ്റി അല്ലേ? നമ്മൾ സാധാരണ ആഭ്യന്തര മാർക്കറ്റിലല്ല കൊടുക്കുന്നത്, അന്തർദേശീയ വിപണനത്തിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അന്തർദേശീയ വിപണനത്തിന് പോകുമ്പോൾ നമ്മുടെ കുരുമുളകിന് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവണ്ടേ? എങ്ങനെ കുരുമുളകിന്റെ ക്വാളിറ്റി ഉണ്ടാക്കും? അതൊക്കെ ഇവിടെ എക്സ്പെർട്സ് പറഞ്ഞിട്ടുണ്ടാവുന്നു. പറഞ്ഞിട്ടുണ്ടാകാ മുംബൈയിലുള്ളവരെ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോ ഈ 580 ലിറ്റർ വെയിറ്റ് അറിയില്ലേ? അറിയാത്തവരാരും കൊണ്ടാ പറയണത്? ലിറ്റർ വെയിറ്റ്, ലിറ്ററിന് 1 ലിറ്റർ എടുത്തതിന് പറഞ്ഞല്ലേ? അപ്പൊ ലിറ്റർ വെയിറ്റില് 580 എബോവ് ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ആയി. ഓക്കെ, നമ്മൾ സാധാരണ നോക്കുമ്പോൾ 550 അതിന് താഴെ ഉണ്ടാവും സാധാരണ കർഷകർ. എന്തുകൊണ്ടാണെന്നറിയാം? അത് നമ്മൾ ഈ 5 വർഷത്തിനിടയ്ക്ക് പരീക്ഷിച്ച് നോക്കിയതാണ്. എന്തുകൊണ്ടാണ് കുറയുന്നത്? സാധാരണ നമ്മൾ കുരുമുളക് നട്ടു വള്ളിയായി, ഓക്കെ, അതിന് പണിയൊക്കെ ചെറുങ്ങനെ എടുപ്പിക്കും, മിക്കവാറും തൊഴിലുറപ്പിനെ കൊണ്ട് ജയിപ്പിക്കും, അതിന് വേരൊക്കെ ചെത്തി ഉണക്കിക്കളഞ്ഞ ആൾക്കാരടക്കം നമ്മുടെ പ്രദേശത്തുണ്ട്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ മീറ്റിംഗിൽ പോലും വരാതായ കർഷകർക്കും ഉണ്ട്. അതാണ് കുരുമുളക് മേഖലയിലെ പ്രശ്നങ്ങളും ഇതൊക്കെ. കാരണം കൂലി പറിക്കാനുള്ള കൂലിയും പണിയെടുക്കാനുള്ള കൂലിയും ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള എളുപ്പപ്പണികൾക്ക് പോകും, ലാസ്റ്റ് നല്ല പണി കിട്ടും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് 550 എബോവ് എങ്ങനെ കിട്ടാം? എങ്ങനെ കിട്ടല് അറിയാം? ആരും പറഞ്ഞതിനാ? എന്താണ് കാര്യം മറന്നുപോയാ? അല്ല, ഞാൻ കൃത്യമായിട്ട് ഇത് പറഞ്ഞുതരാം. ISRന്റെ മൈക്രോ ന്യൂട്രിയന്റ് ഉണ്ട്. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ചു. അപ്പൊ നമുക്കത് കിട്ടിയത് PRS വഴിയാണ്. PRS വഴി യാമിനി വഴി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കൊണ്ടു തന്നു. ഏകദേശം ഒരു 2-3 പാക്കറ്റ് കൊണ്ടു തന്നിരുന്നു. അത് വെച്ചിട്ട് തന്നെ എല്ലാ കർഷകർക്കും കൊടുത്തു. 28 കർഷകർക്കോളം ഞാൻ വിളിച്ച് നിർബന്ധിച്ച് വരുത്തിയിട്ട് കൊടുത്തു. അവർക്ക് എല്ലാവർക്കും ആ റിസൾട്ടും കിട്ടി. അവർക്കത് ഉപയോഗിച്ചപ്പോൾ കൃത്യമായ റിസൾട്ട് കിട്ടി. മൈക്രോ ന്യൂട്രിയന്റ് ISRന്റെ പെപ്പറിനുള്ള ഒരു പ്രാവശ്യം അവിടെ പോയപ്പോൾ കൊണ്ടുവന്നത്, അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കൊടുത്തു. ISR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് രാവിലെ ഫസ്റ്റ് സെഷൻ എടുത്തില്ലേ മേഡം? അവിടെ നിന്നാണ്. ഇവിടെ VRS ഉണ്ടാ മേഡം? സഞ്ജയ് മേഡം, മൈക്രോ ന്യൂട്രിയന്റ് ഇട്ടാ ISRന്റെ? ഏതായാലും അല്ല, പേപ്പറിനുള്ളത് പ്രത്യേകം നിങ്ങൾ ഇവിടെ PRS കോൺടാക്ട് ചെയ്തിട്ട് ഇവരെ കൊണ്ട് തന്നെ വരുത്തിച്ചാൽ മതി. അതിവിടെ വരാറുണ്ട്. അതെ. അല്ല, ഞാൻ സൊല്യൂഷൻസ് പറയാൻ വേണ്ടി മാത്രം. പ്രശ്നങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഇരിക്കില്ല. നമുക്ക് എപ്പോഴും സൊല്യൂഷൻസ് വേണ്ട. ഉണ്ട്. അല്ല, നിങ്ങൾ അറ്റില്ല ഇതിൽ അന്വേഷിച്ചാൽ മതി. ആ സാധനം അതേ സാധനം വേറെ ഉണ്ടാവും, എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. അത് ചെയ്യണം, അത് ഇത്രയും മാത്രമേ ഉള്ളൂ. അത് 5 ഗ്രാം ലിറ്ററേ വേണ്ടു, കുറച്ചേ വേണ്ടു. 5 ഗ്രാം 1 ലിറ്റർ മാത്രമേ ഇതിന് വേണ്ടു. നമ്മൾ കൊടുക്കുമ്പോ ഒക്ടോബർ ഈ സാധാരണ മഴപ്രയോഗം ചെയ്യുന്ന സമയത്ത് തന്നെ അല്ല, ആഗസ്റ്റ് സെപ്റ്റംബർ മൈക്രോ ന്യൂട്രിയന്റ് സപ്ലൈ പെപ്പറിനുള്ള മൈക്രോ. യെസ്, 5 ഗ്രാം പോളിയോ സപ്ലൈ അല്ലേ മാഡം? പോളിയോ സപ്ലൈ അല്ലേ? ഓക്കെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനില്ല. ഞാൻ എക്സ്പോർട്ടിന് സമയം കുറച്ചേലും, അതുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പോ അത് ഉറപ്പ് വെച്ചെടുത്താൽ എന്തായി? നമുക്ക് എക്സ്ട്രാ ബോൾഡായി. അപ്പൊ എനിക്ക് എൻക്വയറി വരുന്ന സമയത്ത് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ എൻക്വയറി വരുന്ന സമയത്ത്, ബോംബെയിൽ നിന്നൊക്കെ എൻക്വയറി വരുന്ന എക്സ്പോർട്ട് എൻക്വയറി വരുന്ന സമയത്ത് അവർ പറയാന്ന് വെച്ചാൽ റേറ്റ് നമുക്കിവിടെ 400 രൂപ ഉണ്ടാകുന്ന സമയത്ത് അവർ പറയും 350 കിട്ടൂലേ ചോദിക്കും. നമ്മൾ കർഷകന് കൊടുക്കുന്ന എത്ര അറിയാം? 400 + 10 ആണ്, അതായത് 10%. 410 രൂപ. നമ്മൾ 10 രൂപ അധികം, മാർക്കറ്റ് വിലക്കാട്ടി 10 രൂപ അധികം എടുത്തിട്ടാണ് കർഷകർ എടുക്കുന്നത്, സംഭരിക്കുന്നത്. 350 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുക എന്താണ്? 350 തരാൻ പറ്റും, 350 തരാൻ പറ്റും. എന്താ കാരണം എന്ന് അറിയോ? ശ്രീലങ്ക വഴി ഇന്ത്യയിലേക്ക് വിയറ്റ്നാം, ഇന്തോനേഷ്യ ലോ ക്വാളിറ്റി കോസ്റ്റ്, ഇത് കുറഞ്ഞ കോസ്റ്റ് കൊടുത്ത സാധനം ഒഴുകുന്നുണ്ട്. അത് ഒഴുകിയിട്ട് ഇവർ കുറച്ച് നമ്മുടെ സാധനം എടുക്കും, ഇത് മിക്സ് ചെയ്യും, ഇതാണ് പോകുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? അവർക്ക് കൊടുക്കാൻ പറ്റും 350, നമുക്കത് 350 കൊടുക്കാൻ പറ്റില്ല. അതാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റുകളിൽ തന്നെ കൊടുത്ത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇതൊരു പ്രശ്നം. അപ്പൊ ഇതില് ഈ ബോൾഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ സംഭവം ചെയ്യണം. രണ്ടാമത്തത് ഇത് സൂക്ഷിക്കാനുള്ളത്. പല കർഷകരും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചാക്കിൽ പൊതിഞ്ഞ് വെക്കും. അയ്യോ, ചിലർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അതിലുള്ള കുത്തനടക്കം വരുന്നുണ്ടോ? കുരുമുളകിൽ കുത്തൻ കണ്ടിട്ടുണ്ടോ? കുത്തൻ ഞാൻ ഒരു 25 കിലോ എടുത്തിട്ട് നോക്കുമ്പോൾ ഫുൾ കുത്തൻ. അപ്പൊ അവരോട് പറഞ്ഞു വില തരാനേ പറ്റില്ല. കാരണം വെച്ചാൽ പ്രാണി ഇങ്ങനെ പറക്കുന്ന സാധനം കൊണ്ടു തന്നു. എന്തുകൊണ്ട്? സൂക്ഷിക്കുന്നത്. അത് സൂക്ഷിക്കുന്നത് എങ്ങനെ സൂക്ഷിക്കണം? 450 കിലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കർഷകൻ എടുക്കുന്നത്. 450 കിലോയും ഫ്രഷ് ബ്ലാക്ക് കളർ, ഒരു വൈറ്റ് പോലും ഇല്ലാത്ത കുരുമുളക്. എങ്ങനെ സൂക്ഷിക്കുന്നതിലുള്ള വ്യത്യാസം? എങ്ങനെ? പ്ലാസ്റ്റിക് കവർ ഇട്ടതിന് ശേഷം അതിന് പുറത്തേ കൂടെ ചാഞ്ചാക്കിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്യും. അത് ആഫ്റ്റർ പ്രോപ്പർ ഡ്രൈ. എങ്ങനെ ഡ്രൈ ചെയ്യും? സാധാരണ ശാസ്ത്രീയമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ സിന്തൈറ്റ് ഇല്ലേ, സിന്തൈറ്റ് പറഞ്ഞില്ല, കിച്ചൺ ട്രഷേഴ്സിന്റെ സിന്തൈറ്റ്, അവര് ചെയ്യുന്നത്
അത് ചെയ്യുന്നത് ആദ്യം സ്റ്റെറിലൈസേഷൻ ചെയ്യണം. സ്റ്റെറിലൈസേഷന് എത്തിലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞ കെമിക്കൽ ഉപയോഗിക്കാം, അല്ലാതെ സ്റ്റെറിലൈസേഷൻ ചെയ്യാം. സ്റ്റെറിലൈസേഷൻ വെള്ളം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താവും, അത് വെള്ളം നമുക്ക് ഉപയോഗിക്കണ്ട, വെള്ളം ഉപയോഗിക്കണ്ട. അപ്പൊ ആ വാട്ടറും കൂടെ ടെസ്റ്റ് ചെയ്യണം. FSSAIന്റെ വരുമ്പോൾ ഞാൻ പറയാം. എത്തിലിൻ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ഒക്കെ നിരോധിച്ചതാണ്. അപ്പൊ ആർത്തേക്ക് പോകണമെങ്കിൽ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഏത് എത്തിലിൻ ഓക്സൈഡ് ETO ട്രീറ്റ്മെന്റ് പറ്റൂല. അത് സിന്തൈറ്റിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു UAE എൻക്വയറി വന്ന സമയത്ത് അയാൾ പറഞ്ഞത് നിങ്ങൾ ഈ സാധനം കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് എത്തിലിൻ ട്രീറ്റ്മെന്റ് ചെയ്യണം. പക്ഷെ എന്നിട്ടും അയാൾക്കും പൈസ എന്താണ്, അയാളുടെയും പ്രശ്നം ഇതാണ്, പൈസ 50 രൂപ നമ്മൾ പറഞ്ഞാലും കുറവേ ചോദിക്കൂലും എപ്പോഴും. അപ്പൊ നമുക്ക് ഈ എക്സ്പോർട്ടിനെ കുറിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചു, പക്ഷെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇവർക്ക് പ്രൈസ് ഒരിക്കലും മാച്ച് ആവില്ല, ഈ വിയറ്റ്നാം, കംബോഡിയ മത്സരമുള്ളത്. അപ്പൊ നമ്മൾ സാധനം എടുത്തേക്കാ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിലേക്ക് വരാം. എന്തെല്ലാം പ്രധാന ഉൽപ്പന്നങ്ങൾ പോകാൻ പറ്റുന്നത്, ഈ 3 സാധനങ്ങളാണ് മെയിൻ ആയിട്ട് പോകുന്നത്. കുരുമുളക് പൊടിയും ഓയിലും ഒളിയറേസിനും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ ഇത് വേണമെങ്കിൽ ISRൽ കുറേ പ്രൊഡക്റ്റ് നമ്മൾ ചെറുതായിട്ട് തന്നെ പെപ്പർ ബ്രൈനൊക്കെ അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ ഇതാണ് മേജർ ആയിട്ട് പോകുന്നത്. ഇത് പോകുന്നതിൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റ് പിടിക്കണ്ടെങ്കിലും ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. തിരുവനന്തപുരത്ത് ഒരു എക്സിബിഷൻ നടന്നു, ഫുഡ് അഗ്രോ എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയതാണ്. അതിന് നമ്മുടെ ചെറുതായിട്ട് നല്ല പേപ്പർ പൊടി എടുത്ത് ഞാൻ തന്നെയാണ് സെയിൽസ്മാൻ ആയിട്ട് പോയത്. കാരണം വേറെ ആരും അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ തന്നെ പോയി. അവിടെ 2 ദിവസത്തെ എക്സിബിഷൻ ആയിരുന്നു. ആദ്യത്തെ ദിവസം എക്സിബിഷനിൽ നിന്ന് വാങ്ങി സാധനം വാങ്ങിയ ആൾ പിറ്റേന്ന് വന്നിട്ട് വീണ്ടും, അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ പാക്കറ്റ് ഒന്നും ഇല്ല, ഈ കുരുമുളക് വാങ്ങാനായിട്ട് വന്ന ഇത് കസ്റ്റമേഴ്സ് 1 2 അല്ല, ആദ്യത്തെ ദിവസം വാങ്ങിപ്പോയി ടെസ്റ്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി. അതാണ് കണ്ണൂർ ജില്ലയുടെയും നമ്മുടെ ഈ ഏരിയയിലുള്ള കുരുമുളകിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ്? കാലാവസ്ഥ. അത് സാമൂതിരി പറഞ്ഞത്, നമുക്ക് അവർക്ക് ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതേ കാലാവസ്ഥ കാരണം കിട്ടുന്ന പേപ്പർ. ഇതിന്റെ ഈ ഗുണം ഒരു സംഭവം കൂടെ ഞാൻ വിശദീകരിക്കാം. 5 വർഷത്തിനിടയ്ക്കുള്ള, അതായത് ചെന്നൈയിൽ നിന്ന് ഒരു കസ്റ്റമർ എനിക്ക് അയക്കുന്നു, എന്നോട് പറഞ്ഞു കുരുമുളക് വേണമെന്ന് പറഞ്ഞു. ഞാൻ സാമ്പിൾ അയച്ചു കൊടുക്കുന്നു. സാമ്പിൾ അയച്ചത് നമ്മുടെ കുരുമുളക്. അവർ പറഞ്ഞു ഈ സാധനം കുറച്ചുകൂടെ കട്ടിയില്ലത് തരുമോ. അപ്പൊ ഈ ഹൈ റേഞ്ച് സാധനമില്ലേ, കൂർക്കുന്ന പോകുന്ന സാധനം ഈ സാധനം കൂർഗ് പോകുന്ന സാധനത്തിന്റെ അത്രയും സൈസിൽ കിട്ടുമോ? ഞാൻ ഇത് കിട്ടൂല. കാരണം വെച്ചാൽ നമ്മളത് അത് ചുരുങ്ങുന്നതുകൊണ്ടാണ് ആ സ്പൈസിനെസ് കൂടുതൽ. അപ്പൊ അത് അയാൾ എന്നിട്ട് തിരിച്ചെനിക്ക് അയച്ചു തന്നു. ഏത് അയാൾക്ക് വേണ്ട സൈസിലുള്ള സാധനം എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ എടുത്ത് വായിലിട്ടപ്പോൾ 4-5 കുരുമുളക് വായിലിട്ടാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ അതേ സമയത്ത് 2 ഇട്ടാൽ തന്നെ നമുക്ക് വിവരം അറിയും. അപ്പൊ അതാണ് ഡിഫറൻസ്. നമ്മുടെ ഇതിന് എന്താണ് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇത് ഒന്ന് ഓടിച്ചു പോവാം. കാരണം വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ട സാധനം, അതായത് എന്നെ ചുമതലപ്പെടുത്തിയത് ഇതാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ലേ. ഇത് കുരുമുളകിന്റെ HSN കോഡ്സ് ആണ്. വേണ്ടത് എന്തൊക്കെയാണ്? കയറ്റുമതി ചെയ്യണമെങ്കിൽ വേണ്ടത് ഒന്ന് IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് ബോർഡ് വേണം, പിന്നെ GST രജിസ്ട്രേഷൻ വേണം, സ്പൈസസ് ബോർഡിൽ ഉള്ള RCMSC സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ FSSAI സെൻട്രൽ ലൈസൻസ് വേണം. ഓക്കെ, ഫോട്ടോ എടുക്കുന്നതിന് എടുത്തു. ഇതിന്റെ ഈ ആദ്യം പറഞ്ഞ സാധനം IECയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡിന് 500 രൂപയാണ് വെബ്സൈറ്റ്. അതിന്റെ വെബ്സൈറ്റ് dgft.government.in ചെയ്യുക. അതിൽ പാൻ കാർഡ് വിവരം വേണം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ചെക്ക് ലീഫും വേണം. ക്യാൻസൽ ചെയ്ത് പിന്നെ 500 രൂപ ഫീസ് ഓൺലൈനായി എടുക്കണം. ആധാർ അല്ലെങ്കിൽ സിഗ്നേച്ചർ വേണം. എപ്പോഴും നിങ്ങൾ ഈ എക്സ്പോർട്ടിന്റെ കാര്യം ചെയ്യുമ്പോൾ ആകെ കൂടെ വേണ്ട സാധനം ഒന്ന് പാൻ കാർഡും മറ്റേ സിഗ്നേച്ചറുമാണ്. സിഗ്നേച്ചർ കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ സിഗ്നേച്ചർ കേട്ടിട്ടുണ്ടാ? ഉപയോഗിച്ചിട്ടുണ്ടാവില്ല കുറച്ച് ആൾക്കാരെങ്കിലും. ഇല്ലെങ്കിൽ അക്ഷയയിൽ പോയാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ എടുത്ത് തരും. അതിന് 1 വർഷമാണ് വാലിഡിറ്റി. ഏകദേശം 1800 രൂപ പ്ലസ് സംതിങ് ചാർജ് വരും ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ. അതാണ് ഇതിൽ ഭൂരിഭാഗം. അതായത് എല്ലാ സാധനങ്ങളും എടുക്കാനും വേണ്ടത് ഈ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. കാരണം എല്ലാം ഓൺലൈൻ സേവനങ്ങളാണ്. GST രജിസ്ട്രേഷൻ ആർക്കാൻ വേണ്ടേ? നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേണം. അപ്പൊ എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 25,000 രൂപ എടുത്ത് വരും. ഒരു നോർമൽ മാർജിനൽ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറ്റുമോ? ഇല്ല. അപ്പൊ ആർക്ക് പറ്റുമത്? അതാണ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞ ചെറുതാഴം ബ്ലാക്ക് പെപ്പർ പ്രൊഡ്യൂസർ കമ്പനി. എന്തുകൊണ്ട്? അവിടെയുള്ളത് 500 കർഷകരാണ്. 500 കർഷകർ വരുന്ന സമയത്ത് 500 കർഷകരുടെ പ്രൊഡക്റ്റും വന്നു, 500 കർഷകരുടെ കൂട്ടായ്മയും വന്നു. അവർക്ക് സാധ്യത കൂടി ഇല്ലേ? ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവർക്ക് അത് നടപ്പിലാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം. GST രജിസ്ട്രേഷന് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരാണെങ്കിൽ 40 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. പ്രൊവൈഡഡ് നിങ്ങൾ കേരളത്തിൽ മാത്രമേ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ. നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് ഒരു പാക്കറ്റ് അയക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സാധനം വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തേ മതിയാവും. അതിന് 40 ലക്ഷം ഇല്ല. അല്ലെങ്കിൽ 40 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് 40 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നോട്ടീസ് വരും. നമുക്ക് നോട്ടീസ് വന്നിട്ടുണ്ടായി, ഞങ്ങൾ അങ്ങനെ എടുത്തത് ആദ്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് GST സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഒന്ന്, ഇതിൽ ഈ എക്സ്പോർട്ട് സംബന്ധിച്ചിട്ടാണെങ്കിൽ GSTക്ക് എടുക്കാൻ വേണ്ടി 0 റേറ്റ് സപ്ലൈ, അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നികുതി അടക്കണ്ട.
പക്ഷെ അതിന് ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഗവൺമെന്റിന് കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാൻ നികുതി അടക്കാണ്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്യുകയാണ്, ഇന്ന സമയത്തുള്ളിൽ എന്റെ സാധനം അവിടെ എത്തുന്നുണ്ട്, ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആ രീതിയിലുള്ള GST രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത്. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഓടിക്കൂടി അത് 1 വർഷത്തിൽ ഒരിക്കൽ ചെയ്യണ്ടു. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് 1 വർഷം ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് GST അതിന്റെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ അത് എടുക്കാനുള്ള സംഭവങ്ങൾ പറഞ്ഞു, അത് സ്വന്തമായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് എടുത്തത് കുരുമുളക് കമ്പനിക്ക് വേണ്ടിയിട്ട്. നമ്മൾ പുറത്ത് പോയിട്ട് എടുക്കുന്നതാണെങ്കിൽ 3000 വരെ ചാർജ് ചെയ്യുന്നത് ഇവരുണ്ട്, GST കൺസൾട്ടന്റ് 3000 വരെ ചാർജ് ചെയ്യും. മറ്റൊന്ന് സ്പൈസസ് കോട്ട രജിസ്ട്രേഷൻ ആണ്. അത് സ്പൈസസ് കോട്ട വെബ്സൈറ്റിൽ തന്നെ, അല്ലെങ്കിൽ ഇത് മറ്റേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എക്സ്പോർട്ടിന് അപ്പേഡ് ആണ്. ബാക്കി ഇതിന് കുരുമുളകിന്റെ മാത്രം സ്പൈസസ് ബോർഡാണ്. സ്പൈസസ് ബോർഡിൽ ഒന്ന് എന്തായാലും വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊച്ചിയാണ് നമ്മുടെ ഏറ്റവും അടുത്ത സ്പൈസസ് ബോർഡ് ഓഫീസ്. അതിന്റെ ഫീസ് 15,000 ആണ് മാനുഫാക്ചറർ. നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ 15,000, 10,000 രൂപയാണ് സാധാരണ മെർച്ചന്റ് ആണെങ്കിൽ അവർക്ക് വരുന്നത് 10,000 രൂപയും പ്ലസ് GST ആണ്. അത് 11,800. ഇവർക്ക് നമ്മുടെ മാനുഫാക്ചറിംഗ് ആണെങ്കിൽ 17,700 വരും. അപ്പോൾ സാധാരണ ഫാമറിന്റെ മെർച്ചന്റ് നിലയിലാണ് നിങ്ങൾ വരും 11,800 വരും. ഫുഡ് സേഫ്റ്റി ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യുമ്പോഴും ഫുഡ് സേഫ്റ്റി നിർബന്ധമാണ്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് എപ്പോഴാണ് എടുക്കേണ്ടത്? എല്ലാവരും എടുക്കണം. ലൈസൻസ് എടുക്കണം, എല്ലാവരും എടുക്കണം. അതായത് ഫുഡ് സേഫ്റ്റി, ഫുഡ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കണം എന്ന് പറയുന്നവർ കൈവന്തി. എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞവർ കൈവന്തി. ഇത് നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ട് കൈവന്തി കേൾക്കുന്നത് അല്ല, അങ്ങനെ ഉത്തരവായതുകൊണ്ടാണോ? ഓക്കെ, ഫുഡ് സേഫ്റ്റി ലൈസൻസ് എല്ലാവരും എടുക്കണ്ടെന്ന് പറഞ്ഞവരാണ് നിങ്ങളല്ലോ, അല്ലേ? ആരെടുക്കട്ടെ? ഫുഡ് സേഫ്റ്റി ലൈസൻസിന് 2,000 മുതൽ 3,000 രൂപ വരെയാണ് ചാർജ്. എപ്പോ നിങ്ങൾ പാക്ക് ചെയ്തിട്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് 7,500 രൂപയാണ്. അത് സെൻട്രൽ ലൈസൻസ് വേണം. സെൻട്രൽ ലൈസൻസും ഉണ്ട്, സ്റ്റേറ്റ് ലൈസൻസും ഉണ്ട് ഫുഡ് സേഫ്റ്റിയിൽ. അപ്പോൾ എക്സ്പോർട്ടർ ആണെങ്കിൽ സെൻട്രൽ ലൈസൻസ് എടുക്കേണ്ടത് 7,500 രൂപ എടുത്തിട്ടുള്ള ലൈസൻസ് ആണ് എടുക്കേണ്ടത്. അതേ സമയത്ത് നിങ്ങൾ ഇവിടെ ആഭ്യന്തര മാർക്കറ്റിൽ കേരളത്തിലാണ് വിൽക്കുന്നതെങ്കിൽ എത്ര ലൈസൻസ് വേണം? 3,000. ഞാൻ പറഞ്ഞു വരിക്കാം, 2,000 മുതൽ 3,000 രൂപ വരെ ചെലവ് വരും. ആ ലൈസൻസ് വേണ്ട എപ്പോഴാണ് വേണ്ടത് അറിയാതെ? നിങ്ങളുടെ ടേൺ ഓവർ 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമേ വേണ്ടൂ. അപ്പൊ പലരും ചെയ്യുന്ന ഒരു വിഡിത്താണ് എന്ത്, ആദ്യം പോയി FSSAI ലൈസൻസ് എടുത്തു നോക്കും. FSSAI ലൈസൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പാക്കിങ്ങും ഇതൊക്കെ ആയി മെഷീനൊക്കെ ആയ സമയത്ത് എന്താവും? ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ടാവും, അത് പുതുക്കിയിട്ടുണ്ടാവില്ല. അത് 11-ാം മാസമായി പുതുക്കാം. 11-ാം മാസം ആകുമ്പോഴേക്ക് നേരത്തെ 9-ാം മാസമേ നേരത്തെ പുതുക്കാൻ പറ്റും. അതായത് നമ്മൾ എടുത്തതിന് ശേഷം 9-ാം മാസത്തിൽ 3 മാസം മുമ്പേ, 90 ദിവസം മുമ്പേ അത് പുതുക്കാൻ പറ്റുമായിരുന്നു. ആ വിൻഡോ ഓപ്പൺ ആവും. പക്ഷെ ഇപ്പൊ അത് കുറച്ചിട്ട് 1 മാസം മുമ്പേ ആക്കിയിട്ടുണ്ട്. എങ്ങനെ? ഇല്ല, ഒരു വർഷം പുതുക്കേണ്ടി വരും. അപ്പൊ ഇതില് പലർക്കും സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മളെ മയിൽ FPO അടക്കം അന്നേരം സംഭവിച്ചെന്ന് വെച്ചാൽ അവര് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തു വെച്ച് പാക്കറ്റ് ഒക്കെ അടിച്ച് ശേഷമാണ് മനസ്സിലായത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എക്സ്പയർ ആയി. ആ അബദ്ധം നമുക്കും പറ്റട്ടിയായിരുന്നു. കാരണം വെച്ചാൽ ഇത് ഫുഡ് സേഫ്റ്റി ലൈസൻസിൽ റിട്ടേൺ കൊടുക്കണം 3 മാസം കൂടുമ്പോൾ. റിട്ടേൺ കൊടുക്കണമൊന്നുമില്ല, നമ്മൾ ഇത്ര സാധനം വിറ്റു എന്ന് മാത്രം ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ പോലും ഫൈൻ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പാക്കറ്റിൽ നമ്മൾ വിൽക്കേണ്ട സമയമാകുമ്പോഴേക്ക് ഈ ലൈസൻസ് എക്സ്പയർ ആവും, ആ നമ്പർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ശരിക്കും പറഞ്ഞാൽ 12 ലക്ഷത്തിന് മുകളിൽ മാത്രമേ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആവശ്യമുള്ളൂ. അതുവരെ ഇല്ലവർക്ക് 100 രൂപ ചെലവിൽ രജിസ്ട്രേഷൻ മാത്രമേ വേണ്ടൂ. എത്ര? 100, ജസ്റ്റ് 100 രൂപ. എക്സ്പോർട്ടിനല്ല ഞാൻ പറഞ്ഞത്, എക്സ്പോർട്ടിന് 7,500 ആണ്, വ്യത്യാസമുണ്ട്. അപ്പൊ 100 രൂപയിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് പ്രൊഡക്റ്റ് വിൽക്കാം നിങ്ങളുടെ 12 ലക്ഷത്തിന്. അതാ പറഞ്ഞ 12 ലക്ഷം ടേൺ ഓവർ വരെ 100 രൂപയുടെ രജിസ്ട്രേഷൻ ആവശ്യമുള്ളൂ. രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, ലൈസൻസ് നമ്പർ കിട്ടൂല. FSSAI രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ഓക്കെ, അതാണ് ഫുഡ് സേഫ്റ്റിന്റെ. ഫുഡ് സേഫ്റ്റിന്റെ ഇത് പെപ്പർ നമ്മൾ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ആയാലും മറ്റേതായാലും പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. 6 മാസത്തിൽ ഒരിക്കൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. എവിടെ കൊടുക്കേണ്ട അറിയാം? റീജിയണൽ അനലിറ്റിക്കൽ ലാബ് കോഴിക്കോട് മലാപ്പറമ്പ. അവിടെ പോസ്റ്റ് അയക്കൽ സൗകര്യമില്ല, നമ്മൾ അവിടെ പോയിട്ട് തന്നെ കൊണ്ട് കൊടുക്കണം. ഏകദേശം 5,900 ആണ് ഫീസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുണ്ട്. അത് ഇതിൽ കൂട്ടായ്മയാവുക ഇതൊന്നും പ്രശ്നമല്ല, ഒരാൾ വ്യക്തിപരമായി ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ. അത് നമ്മൾ നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. 6 മാസത്തിൽ ഒരിക്കൽ FSSAIയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടേൺസ് 3 മാസം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ 5,900 കൊടുത്താൽ അവർ ടെസ്റ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു പൈസയല്ല ഞാൻ പറയുന്നത്. ചെറുകിടക്കാർക്ക്, അതായത് നമ്മൾ ആകെ 400 കിലോയെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്കിതൊരു
ഭീഷണിയാണ്. അപ്പോഴാണ് ഈ കൂട്ടായ്മയുടെ ശക്തി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് രണ്ടാമത്തത് ടെസ്റ്റിംഗ്. ഈ അതേപോലെ ആനുവൽ റിട്ടേൺ സമർപ്പിക്കണം. അതായത് നിങ്ങൾ ഇത്ര സാധനം വിറ്റു, ഇത്ര അതായത് 500 കിലോ കുരുമുളക് ഞാൻ പൊടിയാക്കിയിട്ടും മറ്റേതാക്കിയിട്ടും വിറ്റു, ഇത്ര വരുമാനം കിട്ടിയിരുന്നില്ല, ഒരു റിട്ടേൺ ജസ്റ്റ് ഒരു 2 ലൈനേ വേണ്ടു. പക്ഷെ അത് വിട്ടു പോയി കഴിഞ്ഞാൽ ഫൈൻ വരും. 24,000 രൂപ വരെ ഫൈൻ വരും, ഒരു ഫൈൻ വരും. ഓക്കെ, അതാണ് ഫുഡ് സേഫ്റ്റിൻ്റെ പറയാനുള്ളത്. വേറെ ഒന്ന് ഫുഡ് സേഫ്റ്റിയിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുരുമുളകിന്റെ പ്രോസസ്സിങ്, അതിൽ ബ്ലാഞ്ചിങ് എന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്ക് സ്റ്റെറിലൈസേഷന്റെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ബ്ലാഞ്ചിങ് ചെയ്യാം. അതായത് 98 ഡിഗ്രി വരെ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യാം, കുരുമുളകിന്റെ വെള്ള വരാതെയും അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ കിട്ടും. വെള്ളത്തിൽ സാധാരണ ബോയിലിംഗ് വാട്ടറിൽ ചൂടാക്കി ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ FSSAയിൽ വെള്ളത്തിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് കൂടെ കൊടുക്കണം. മനസ്സിലായോ? ഇത് പക്ഷേ ചിലതൊക്കെ നമുക്ക് ഓക്കെ, അപ്പൊ അത് അതിൽ വെള്ളത്തിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് കൂടെ കൊടുക്കണം. ആ ബ്ലാഞ്ചിങ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയാണ്. ഇത് വലിയ സംഭവമല്ല. വെള്ളത്തിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് വേഗം കിട്ടും. അത് ഇവിടെ നിന്ന് എടുക്കാം. അത് റീജിയണാലിറ്റി ലെവലൊന്നും കൊണ്ട. അപ്പൊ ഇത്രയാണ് ഫുഡ് സേഫ്റ്റി സംബന്ധിച്ചുള്ള ആവശ്യം. ഇതൊക്കെ പിന്നെ ഫുഡ് സേഫ്റ്റിന്റെ ഒക്കെ ആ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ വേണ്ട ഡോക്യുമെന്റ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നില്ലേ? സാധാരണ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അതാണ് ഫുഡ് സേഫ്റ്റിയുടെ. പിന്നെ ഒന്നതിലും കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഫുഡ് സേഫ്റ്റി നമ്പറിന്റെ കൂടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടെ, അതായത് നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ഇമെയിൽ അഡ്രസ്, ഇതൊക്കെ ഈ പാക്കേജിന്റെ മുകളിൽ രേഖപ്പെടുത്തും, നിങ്ങൾ വിൽക്കുന്ന പാക്കേജിന്റെ മുകളിൽ. ഓക്കെ, പിന്നെ ലൈസൻസ്, ഇത് എക്സ്പോർട്ട് സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ 3 സാധനങ്ങൾ കൂടി വേണം. ഒന്ന് വെച്ചാൽ നിങ്ങളുടെ കുരുമുളകിന്റെ കൂടെ വേറെ കീഴാണോ ഒന്നും പോകുന്നില്ല എന്നില്ലേ ഒരു സർട്ടിഫിക്കറ്റ്. അതിനെ പറയാം ഹൈറ്റ് ഓഫ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അത് പ്ലാൻ ക്വാറന്റൈൻ വകുപ്പാണ് മുമ്പ് നൽകിയിരുന്നത്. ഇപ്പോൾ അത് സൈറ്റ് മാറിയിട്ടുണ്ട്. ഒരു ട്രേഡ് icegate.government. ഇത് കസ്റ്റംസിന്റെ സൈറ്റ് ആണ്. ഈ സൈറ്റിൽ നിന്നാണ് ഇപ്പൊ അത് കൊടുക്കുന്നത്. icegate.government.in. ഓക്കെ, അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഈ ഉൽപ്പന്നം ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണെന്നുള്ളത്. അത് ചില രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ആ രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളിന്ന് സാധനം മേടിക്കുന്നവർക്ക് നികുതി അളവ് കൊടുക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഈ സംഭവം മെയിൻ ആയിട്ട്, നമുക്ക് വേണ്ടിയിട്ടല്ല. ഇന്ത്യയിലാണ് ഈ സാധനം ഉണ്ടാക്കിയെന്ന് കാണിക്കാം. ഇതിൻ്റെത് trade.government, അത് മുമ്പ് സൈറ്റ് വേറെ ഉണ്ടായത്. ഇപ്പം trade.government.in എന്ന് പറഞ്ഞ സൈറ്റിലാണ് അപ്ലൈ കൊടുക്കുന്നത്. 200 രൂപയാണ്. അത് 2 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഈ നേരത്തെ പറഞ്ഞ നികുതി അളവിന് അവർക്ക് പറ്റൂല. അതിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് വേണം. അതാണ് ഈ trade.government.in സൈറ്റിൽ 200 രൂപയല്ലോ അതിന് അപേക്ഷ ഫീസ്. ഏതാ പറഞ്ഞേ? ഇത് icegate.government. ഇതില്ല, അത് സിഒ അത് വേണ്ട, പ്രീവിയസ്ലി വേണ്ട. അത് ഞാൻ ഉണ്ടായത് മുമ്പ് അത് ഉണ്ടായതാന്ന് പറഞ്ഞു, DGFTയിൽ സിഒയിൽ ഉണ്ടായത്. ഇപ്പൊ അത് ട്രേഡിലേക്ക് മാറ്റി 3 മാസമായിട്ട്. അപ്പൊ ഈ രണ്ടാമത്തത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആണ്. അത് അവരുടെ മെമ്പർമാരാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൽ മെമ്പർമാരാണെങ്കിൽ 300 രൂപക്കും, അല്ലെങ്കിൽ 500 രൂപ പ്ലസ്, അതേഴ്സിന് 500 രൂപ പ്ലസ് GST ആണ് അതിന്റെ ചാർജ്. പിന്നെ ഒന്ന് വേണ്ടത് ബാങ്കിൽ നിന്നുള്ള ഒരു ലെറ്റർ ആണ്. നിങ്ങളുടെ ബാങ്കിന് അന്താരാഷ്ട്ര വ്യാപാരം ചെയ്യാനുള്ള, അതായത് അന്താരാഷ്ട്ര ട്രാൻസാക്ഷൻ നടത്താനുള്ള ഇതിട്ടുള്ളത് ബാങ്കിൽ നിന്നുള്ള ലെറ്റർ. അത് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടുന്ന് തരും. ഇത്രയും സാധനങ്ങളാണ് എക്സ്പോർട്ടിന് വേണ്ടത്. ഓക്കെ, മറ്റൊന്ന് വേണ്ടത് നിങ്ങളുടെ പാക്കേജിംഗ് ആണ്. അല്ലേ? അപ്പൊ എങ്ങനെയാണ് സാധാരണ നമ്മൾ പാക്കറ്റ് ആക്കുക? ഇവിടെ പാക്കേജ് ചെയ്തവരുണ്ടാ? ആരെങ്കിലും പാക്ക് ചെയ്ത് വിൽക്കുന്നവരുണ്ടാ? ആരുമില്ല. ഓക്കെ, എങ്ങനെ പാക്ക് ചെയ്യാം? ഇങ്ങനെ ഒരു പാക്കറ്റ് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം അറിയാം? സാധാരണ ഞാൻ ചെയ്യുന്ന പ്രസന്റേഷൻ ഇതിനെ അധികരിച്ചിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് എക്സ്പോർട്ടിലേക്ക് പോകുന്നത്. കാരണം വെച്ചാൽ ഇതാണ് നമുക്ക് ശരിക്കും ആവശ്യം. ഇവിടെ ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ ആവശ്യമുള്ളവർക്ക് ഇതാണ് ശരിക്കും ആവശ്യം. ഇതെങ്ങനെ ചെയ്യാം? സ്വാഭാവികമായിട്ടും ഇത് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ നിലവിൽ ഫോളോ ചെയ്യുന്ന രീതി സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ്. ഒരു സിലിണ്ടറിന് 30,000-40,000 രൂപ ആവും ഒരു സിലിണ്ടറിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ആ സിലിണ്ടർ വെച്ചിട്ടാണ് ഇത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെയുള്ള ടെക്നോളജികൾ വെച്ചിട്ട്. അപ്പൊ ആ സിലിണ്ടർ തന്നെ എത്രയായി? അപ്പൊ നിങ്ങൾക്ക് 4 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എത്രയായി? 3,20,000 എന്തായി? അതില്ലേ? സോറി, നേരെ പകുതി. 8 പ്രൊഡക്റ്റ് എന്നാ കൂട്ടിയെ പറഞ്ഞത്. 4 പ്രൊഡക്റ്റ് ആണെങ്കിൽ അപ്പൊ 8 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 3,20,000 രൂപ ഈ സിലിണ്ടറിന് മാത്രം ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലേ? അപ്പൊ അതിനുശേഷം നിങ്ങളുടെ FSSAI ലൈസൻസ് രജിസ്ട്രേഷൻ എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്തായി? ഇത് അടുത്ത പേജിൽ കാണാം. അവിടെ നമ്പർ ഇല്ലേ? FSSAI നമ്പർ ഇതാ ഇല്ലേ? ആ നമ്പർ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കവർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ തന്നെ ഓരോ കവറിന്റെ പുറത്തും സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിക്കേണ്ടി വരും അതിന്റെ മുകളിൽ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് വലിയ പണിയല്ലേ? ഒരു മനുഷ്യൻ അതിന് വേണ്ടി നിർത്തേണ്ടി നല്ലോണം പാക്കിംഗ് പോകുന്നതാണെങ്കിൽ. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എന്താണ് സിലിണ്ടർ എന്നുള്ളത് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ഇതാണ് സിലിണ്ടർ ഇല്ലാത്ത, സിലിണ്ടർ ലെസ് പ്രിന്റിംഗ് ഉണ്ട്. നമ്മൾ പ്രിന്റ് ചെയ്തത് സിലിണ്ടർ ലെസ് പ്രിന്റിംഗ് ആണ് വഡോദരയിൽ. എന്റെ നല്ല കാലത്തിന് അവിടെ എന്റെ നാട്ടുകാരൻ തന്നെ അവിടെ
ആർട്ടിന്റെ ഒരു കോഴ്സിന് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ വിട്ടിട്ട്, കാരണം നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പറ്റിക്കലുകൾ സ്വാഭാവികമല്ല, അല്ലാണ്ട് പറ്റിക്കലില്ല. നിങ്ങളെ മെസ്സേജിലേക്ക് വരുന്നില്ല, നിങ്ങൾ പിന്നെ മോട്ടോർ MBD നോട്ടീസ് വന്നിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുന്ന APK വരുന്നില്ല ഇപ്പൊ ഡിജിറ്റൽ അറസ്റ്റ്. അപ്പൊ ബിസിനസ്സിലെല്ലാം എപ്പോഴും നിങ്ങളുടെ നമ്പർ ഗൂഗിളിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം തട്ടിപ്പ് കോളുകൾ. അപ്പോ ഈ സാധനം അവിടെ നിന്നാണ് പ്രിന്റ് ചെയ്തത്, നാഷണൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ. അപ്പൊ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഈ ഡിസൈൻ ചെയ്യണ്ടേ, ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കണ്ടേ? ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കോറൽ ഡ്രോയിൽ ചെയ്യണം. നമ്മൾ സാധാരണ മൊബൈലിൽ പോയി ചെയ്ത് കൊടുത്താൽ ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അത് ക്വാളിറ്റിയിൽ വരില്ല. കോറൽ ഡ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഈ പ്ലാസ്റ്റിക് പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതാ അറിയാം? കണ്ണൂർ ജില്ലയിൽ അരുണോദയം എന്ന് പറഞ്ഞിട്ട്, സൺ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാനൂലുണ്ട്. നമ്മളെ ധർമ്മശാല സൺ പ്ലാസ്റ്റിക്, അവരാണ് കണ്ണൂർ ജില്ലയിൽ കൂടുതൽ ബിസിനസ് നടത്തുന്നത്. ഇതുണ്ടോ അവിടെ ഉണ്ടാ? അവര് ചോദിച്ച പോലെ പറഞ്ഞോ, പറയാം. അതായത് ഈ സിലിണ്ടർലെസ് പ്രിന്റിങ്ങിന് 24,000 പീസാണ് ഒരു സമയത്ത് പ്രിന്റ് എടുക്കേണ്ടത്. പക്ഷെ നമുക്ക് അതിലൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 8 ഡിസൈൻ പ്രിന്റ് ചെയ്യാം. 8 × 24 8 വെച്ചാൽ 3000. അപ്പൊ ഒരു ഡിസൈൻ 3000 പ്രിന്റ് മിനിമം ആണ്. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരേ പ്രിന്റ് തന്നെ 2 എടുക്കാം. ഞാൻ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് 4 പ്രൊഡക്റ്റ് ആണ് ഉണ്ടായത്. 4 പ്രൊഡക്റ്റ് പറഞ്ഞാൽ 4 പ്രൊഡക്റ്റ് അല്ല, കുരുമുളക് പൊടി കുരുമുളക്, മഞ്ഞൾ പൊടി മഞ്ഞൾ, 4 ആയില്ലേ? എത്ര പറഞ്ഞേ? 8 അല്ലേ? ഇതെല്ലാം 50 100 ഗ്രാം, 50 ഗ്രാമിന്റെ 100 ഗ്രാമിന്റെ, അപ്പൊ 8 ആയില്ലേ? അപ്പൊ ആ 8 വെച്ചിട്ട് എത്ര 24,000 പീസ് എടുത്തു. അപ്പൊ അതിൽ എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്ത്, ഇല്ല ഇതിൽ ഏതൊന്ന് കുറച്ച്, അതായത് 50 ഗ്രാമിന്റെ അത് കുരുമുളക് പൊടി മാത്രമേ എടുത്തുള്ളൂ. റോ 100 ഗ്രാമേ വെച്ചിട്ടുള്ളൂ. അതായത് കുരുമുളക് ഫുള്ള് ഉള്ളത് 100 ഗ്രാമിന്റെ പാക്കറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കുരുമുളകിന്റെ 50 ഗ്രാമിന്റെ പൊടി ഞാൻ 6,000 പീസ് എടുത്തു. കാരണം അത് കൂടുതൽ മൂവിങ്, പൊടിയിട്ട് നല്ലോണം മൂവ് ചെയ്യുന്നത്, കുരുമുളക് പൊടിയിട്ട് നല്ലോണം മൂവ് ചെയ്യുന്നതുകൊണ്ട് ആ പാക്കറ്റ് കൂടുതൽ എടുത്തു. മനസ്സിലായോ? അതായത് അത് 6,000 എടുത്തു. നമ്മൾ എങ്ങനെയായാലും 24 ആക്കണം എന്നേ ഉള്ളൂ. 24 ആക്കണം, 8 ഡിസൈൻ എടുക്കാം. അപ്പൊ ഞാനത് ഒരു ഡിസൈൻ തന്നെ 6,000 എടുത്തു. അങ്ങനെ ആണ് 24,000 പീസ് അടിച്ചത്. അത് പക്ഷേ ലാഭമാണ്. കാരണം വെച്ചാല് നമ്മൾ ഈ ഡിസൈൻ്റെ എത്ര, ഈ ഇതിന് മൊത്തം വന്നത് 59,000 രൂപയാണ് വന്നത് ഏകദേശം 24,000 പീസിന്. അപ്പോ നമ്മള് സിലിണ്ടർ എടുക്കുന്നുണ്ടെങ്കിലോ മനസ്സിലായോ? ഒറ്റ സിലിണ്ടർ തന്നെ 40,000 വന്നില്ലേ? സിലിണ്ടറിന്റെ പൈസ പറയുന്നത്, പ്രിന്റ് എടുക്കുന്നതല്ല, പ്രിന്റ് എടുക്കുന്ന വേറെ തന്നെയാണ്. അത് പ്ലാസ്റ്റിക്കിൽ പ്രിന്റ് എടുക്കുന്നത് വേറെ തന്നെ, LDP കവറാണ് ഇത്. ഇത് പ്രിന്റ് ചെയ്യണമെങ്കിലോ, ഇത് അല്ല സോറി, ഇത് നിങ്ങൾ പാക്ക് ചെയ്ത് സീൽ ചെയ്യണമെങ്കിലോ എന്താ വേണ്ടേ? കേട്ടിട്ടുണ്ടോ ആ സാധനം? എന്താണ് കണ്ടവര് പറ. ബാൻഡ് സീലർ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ബാൻഡ് സീലർ 2 ടൈപ്പ് ഉണ്ട്. അത് ഒരു സാധനം തന്നെയാണ്, അത് അവർ അറേഞ്ച് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കും വെർട്ടിക്കൽ വേണോ ഹൊറിസോണ്ടൽ വേണോ, എങ്ങനെയാ പോകുന്നുള്ളത്, ആ പാക്ക് ചെയ്തിട്ട് പോകുന്നത്. ആ സാധനം അതിന് 17,000 20,000 ലെവലിലെ പൈസയുള്ളൂ. ആ സാധനം നമ്മൾ ചെറുതായിട്ട് വാങ്ങിച്ചത് സ്മാമിലാണ്. സ്മാം കേട്ടിട്ടുണ്ടോ? SMAM. സ്മാമിൽ മേടിക്കുന്ന സമയത്ത് 80% സബ്സിഡിയാണ്. 80% സബ്സിഡി അവൈൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 8 ഫാമേഴ്സിന്റെ പേരിൽ ആധാർ കൊടുക്കണം. 8 ഫാമേഴ്സിന്റെ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുന്ന എല്ലാ മെഷീനും SMAM-ൽ എന്താണ് 80% സബ്സിഡിയാണ്. 80% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നാമമാത്രമായ തുകയെ കൊടുക്കണ്ടു. ഞാൻ 2,30,000 രൂപയുടെ മെഷീൻസ് ആണ് ചെറുതാഴത്തേക്ക് വാങ്ങിയത്. 1,70,000 രൂപ സബ്സിഡി ആയിട്ട്. മനസ്സിലായോ? എത്ര? 60,000 രൂപയ്ക്ക് താഴെ 6 മെഷീൻസിനായിട്ടുള്ളൂ. അതിൽ ഒന്ന് ഇതായിരുന്നു, ബാൻഡ് സീലർ ആയിരുന്നു. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് സ്മാമിലേക്ക്, ആദ്യമായിട്ട് അവസാനമായിട്ടാണെന്ന് അറിയില്ല, ഇപ്പം സ്മാമിൽ അത് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ അതെ, അത് കഴിഞ്ഞ വർഷം ഒരു 6 മാസം മുമ്പേ നോക്കിയപ്പോൾ ഉണ്ടായിട്ടില്ല. അവര് സൈറ്റിന്റെ അല്ലേ ഞാൻ പറഞ്ഞു. ഇതെന്താ വെച്ചാൽ ഈ സ്മാമിൽ സാധനം കിട്ടണമെങ്കിൽ അവര് സെല്ലേഴ്സ് രജിസ്റ്റർ ചെയ്യണം. അവർക്ക് വലിയ ഫീസാണ്, കൊല്ലാ അവർ വലിയ ഫീസ് കൊടുക്കണം. അപ്പോൾ സ്മാമിൽ ആദ്യമായിട്ട് പാക്കിംഗ് മെഷീൻ മേടിച്ചത് അടുത്തേക്കാണ്. അപ്പോൾ അവര് രജിസ്റ്റർ ചെയ്തിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ആ 3 കൊല്ലം അവർ ആ ഫീസ് സർക്കാരിലേക്ക് കെട്ടിക്കൊണ്ടിരിക്കില്ലേ. അവർക്ക് കച്ചവടം നടന്നാലല്ലേ ഈ സാധനം കിട്ടുമല്ലോ. അതുകൊണ്ട് അവർ പലരും സെല്ലേഴ്സ് കുറവാണ്, 2 സെല്ലറായിട്ട് ഉണ്ടായിട്ട് വന്നാലും. ഇപ്പൊ യൂണിപാക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്, അതിന് അവരുടെ തന്നെ മേടിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു സാധനം കൂടി വിൽക്കുന്നുണ്ടായിരുന്നു, ഈ പാക്കിംഗ് മെഷീൻ ബാൻഡ് സീലർ. ഓക്കെ, അപ്പോൾ പറഞ്ഞൊന്ന് ഡിബേറ്റ് ചെയ്യുന്നില്ല. ബാൻഡ് സീലർ ഉപയോഗിച്ചിട്ട് ഇത് സീൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ 3 സൈഡ് സീലറായി. ഈ 3 സൈഡില്ലേ, 2 സൈഡ് താഴെയും സീൽഡ് ആയിരിക്കും ഓൾറെഡി നമുക്ക് കിട്ടുമ്പോൾ തന്നെ. മുകളിൽ മാത്രം ഓപ്പൺ ആയിരിക്കും. നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഞാനിത് എക്സ്പോർട്ടിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഡോക്യുമെന്റ് ആയതുകൊണ്ട് അതിലൊരു സാധനം വിട്ടിട്ടുണ്ട്. 750 രൂപക്ക് അടുത്താണ്. അത് കൊടുത്താൽ 1 ടൈം ലൈസൻസ് ഒന്നും എടുക്കാൻ. അത് ആരും എടുക്കാറില്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു ഫോൾട്ടാണ്. പക്ഷെ അത് പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഫൈൻ ഉണ്ട്. പാക്കർ ലൈസൻസ് എഴുതി വെച്ചോ. ലീഗൽ മെട്രോളജിന്റെ സൈറ്റിൽ നിന്നാണ് ചെയ്യേണ്ടത്. പാക്കർ ലൈസൻസ് വേണ്ട, ഒന്നുമില്ല. അത്
അതിൽ ഓൺലൈനായിട്ട് അക്ഷയെന്നോ എവിടെ നിന്ന് വെച്ചാൽ അപേക്ഷിക്കുക. നമുക്ക് തന്നെ ചെയ്യാവുന്നതിലും നമ്മൾ തന്നെ ചെയ്തേ, ഞാൻ തന്നെ ചെയ്തേ. അതിന് 750 രൂപ ഫീസ്, ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം എടുക്കട്ടും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പാക്കർ ലൈസൻസ് ആയി. അത് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എടുക്കേണ്ട ലൈസൻസ് ആണ് പാക്കർ ലൈസൻസ്. നിങ്ങൾ മറ്റേ K-Swift വഴിയാ പോകുന്നെങ്കിൽ എല്ലാം അതിൽ ഓട്ടോമാറ്റിക് വരും. അല്ല മാനുവലായിട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പാക്കർ ലൈസൻസ് വേണം. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് വേണം? തൂക്കം വേണ്ടേ? ലീഗൽ മെട്രോളജിന്റെ മെഷീൻ വേണ്ടേ? സർട്ടിഫൈഡ്. ആ ലീഗൽ മെട്രോളജിന്റെ മെഷീനിൽ വെച്ചിട്ട് തൂക്കിയിട്ട് 50 ഗ്രാം ആണെങ്കിൽ 50 ഗ്രാം, എപ്പോഴും 50 ഗ്രാം എടുക്കരുത്. കാരണം വെച്ചാൽ എന്താണ്, ഈർപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ തൂക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് വിൽക്കുന്ന സമയത്ത് 49 ഗ്രാമേ ഉള്ളതെങ്കിൽ 1 ഗ്രാമിന് നിങ്ങൾ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. അവർ ചെക്ക് ചെയ്യുന്നത് വളരെ റയറായിട്ട് ചെക്ക് ചെയ്തു. പക്ഷെ നമ്മൾ നല്ല സമയമാണെങ്കിൽ അത് ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും 1 ഗ്രാമെങ്കിലും കൂടുതലല്ലാതെ കുറയാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പാക്കറ്റ് മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ബാൻ സീറോ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞ വെച്ചാൽ ഡിസൈൻ ചെയ്യുമ്പോൾ കോറൽ റോൾ ചെയ്യണം. ഈ സൺ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ ഒരു ഡിസൈൻ 8000 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ പക്ഷേ ഡിസൈൻ കൊടുത്തിട്ടാണ് ഞാൻ സൺ പ്ലാസ്റ്റിക്കിൽ ഞാൻ പോയത്. ഇത് പ്രിന്റ് ചെയ്യാനല്ല, നമ്മുടെ വളത്തിന്റെ പാക്കറ്റ് 1 കിലോന്റെ പാക്കറ്റ് 2 കിലോന്റെ പാക്കറ്റ് ആയിരുന്നു. അത് വലിയ പാക്കറ്റാണ്. അത് ഈ സിലിണ്ടർലെസ്സിൽ അടിച്ചാൽ മുതലാവില്ല, വലിയ പൈസ വരും. പിന്നെ ചെറിയ പാക്കറ്റുകളാണ് ഞാൻ പറഞ്ഞത് സിലിണ്ടർലെസ്സിൽ അടിക്കാൻ പറ്റുന്നു. ഇപ്പം ടെക്നോളജി മാറിയിട്ടുണ്ടാവേ. ഇതിപ്പോ ഞാൻ 3 വർഷം മുമ്പിട്ടുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ സിലിണ്ടർലെസ്സിൽ അടിക്കുന്ന സമയത്ത് കോറൽ റോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അവർ 8000 രൂപ ചാർജ് ചെയ്യും. ഞാൻ ചെയ്തത് പ്ലാത്ര എന്നുള്ളൊരു ഗോവിന്ദൻ മുതുകൊടുത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഹെൽപ്പ് ചെയ്തത് 1000 രൂപ അധികം ചാർജ് ചെയ്തില്ല ഒരു ഡിസൈൻ. ഓക്കെ, കോറൽ ഡ്രോ. അപ്പൊ കോറൽ ഡ്രോ എക്സ്പെർട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്തു തരും. അതിലിപ്പോ ഈ മഞ്ഞ കാണുന്നില്ലേ, ഇത് ശരിക്കും ഡിസൈൻ അവർക്ക് അയക്കുന്ന സമയത്ത് അത് ചോപ്പാ വരിക. അത് മഞ്ഞയല്ല, അത് ഗോൾഡ് കളറാണ്. മറ്റേ പാക്കറ്റ് ഒറിജിനൽ പാക്കറ്റ് ഉണ്ടല്ലേ, ആ ഗോൾഡ് കളറിന് അവിടെ ചോപ്പാണ് വരിക. അപ്പൊ അവർ ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്കറിയാം, കോറൽ ഡ്രോ ചെയ്യുന്നവർക്ക് അറിയാം. ഓക്കെ, ഇത് ശ്രദ്ധിക്കാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാല് ഈ പാക്കറ്റിന്റെ സൈസ് അവർ കൃത്യമായിട്ട് കാണിക്കുക, എവിടെയാണ് പ്രിന്റ് എടുക്കുന്നത് അവർക്കറിയാം. അതിൽ ടെർമിനോളജി ഒക്കെ അവർ മുകളിൽ ചേർക്കും. ഞാനത് ക്രോപ്പ് ചെയ്തിട്ടാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. കോറൽ റോൾ ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രിന്റ് എടുത്ത് തരും. നിങ്ങൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ പാക്കറ്റ് പ്രിന്റ് എടുത്ത് തരും. ഇങ്ങനെയാണ് പാക്കിംഗ് ചെയ്യുക. ഇനി വേറെ സംശയങ്ങളുണ്ടാ? ഞാൻ ഈ സംഭവങ്ങൾ ഈ ഇൻഫർമേഷന് വേണ്ടി ശ്രമിച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സംസ്ഥാനതല സെമിനാറിന് പോയിട്ട് വളരെ നിരാശയായിരുന്നു. അവിടെ പോയപ്പോ ഒരു മനോരമ ബ്യൂറോ ചീഫാണ് ലീഡ് പെർസ്പെക്റ്റീവ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് പോയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ 30 സെന്റിൽ കപ്പ നട്ടു, കപ്പ മൊത്തം എലി കൊണ്ട് പോയി, കൃഷി ഭയങ്കര നഷ്ടമാണെന്നെല്ലാം പറഞ്ഞ് ഫുൾ ഡിമോട്ടിവേഷൻ. എന്നിട്ട് ലാസ്റ്റില് നമ്മുടെ ഒരു പാക്കിംഗ് മെഷീന്റെ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഉടമേന്റെ മകനാണ് സംസാരിക്കാൻ വരുന്നത്. അപ്പൊ എനിക്കറിയാം, അവന് കാര്യങ്ങൾ അറിയാം, ഞാൻ മുമ്പേ സംസാരിച്ചത്. അവൻ വന്ന സമയത്ത് ഇവർ മണിയടിച്ചു. 12 മിനിറ്റ് ആവുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പ്രമുഖർ പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങിന്റെ 2 പ്രമുഖ വ്യക്തികൾ ക്ലാസ് എടുത്തു. അവർ ക്ലാസ് എടുത്തത് ഒന്ന് ബ്രാൻഡിങ്, സെറോക്സ്, കോൾഗേറ്റ്, കൊക്കക്കോള, ഇതൊക്കെ ബ്രാൻഡിങ് ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രൈമറി പാക്കിംഗ്, ടെർഷ്യറി പാക്കിംഗ്, 3 ടൈപ്പ് പാക്കിംഗ്. എന്താണെന്ന് അറിയാം, നമ്മൾ പേസ്റ്റ് ഇല്ലേ, പേസ്റ്റിന്റെ ട്യൂബാണ് പ്രൈമറി പാക്കിംഗ്. അതൊരു പെട്ടി ഇടൂലേ പേസ്റ്റിന്റെ, ആ പെട്ടി സെക്കൻഡറി പാക്കിംഗ്. അത് വീണ്ടും ഒരു കാർബോർഡ് പെട്ടിയിൽ വെച്ചിട്ടല്ലേ വരുന്നത്, അത് ടെർഷ്യറി പാക്കിംഗ്. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടി തിരുവനന്തപുരത്ത് പോയിട്ട് പാക്കേജിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോയപ്പോൾ ഇതാണ് അനുഭവം ഉണ്ടായത്. ഉച്ച വരെ ഇരുന്നിട്ട് ഈ അനുഭവം. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം കോളത്തിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് അവർ വന്നു. നമ്മൾ ആ പ്രതീക്ഷ കിട്ടിട്ട് വന്നു. ഞാൻ ഇതിന്റെ അത് വലിയ പ്രശ്നമാക്കിയിട്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളൊരു സെമിനാറിന് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള സാധനം കിട്ടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ല, അങ്ങനെയല്ല, അത് ഒരിക്കലും ഡിമോട്ടിവേറ്റ് പറ്റില്ല. ഞാൻ നമ്മൾ വരുന്ന സമയത്ത് ചെറുതാഴം ബ്ലാക്ക് പെപ്പർ പ്രൊഡ്യൂസർ കമ്പനിന്റെ ആഴ്ചയിലത്തെ വരുമാനം എന്ന് പറയുന്നത് 300 രൂപയായിരുന്നു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് 67 ലക്ഷം ടേൺ ഓവറും 5 ലക്ഷം രൂപ ലാഭമായി. എങ്ങനെയാ അറിയാം? ഒരു പരസ്യം കൊടുത്തിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ മാത്രം. നിങ്ങൾ എത്ര ഗ്രൂപ്പിലുണ്ടോ ആ ഗ്രൂപ്പിലൊക്കെ തുടരുക. സോഷ്യൽ മീഡിയ നിങ്ങളുടെ കർഷകന്റെ പ്രൊഡക്റ്റ് ഇടുന്ന സമയത്ത് ഒരാളും പറയില്ല ആ പരസ്യം ഇടാൻ പാടില്ല. അതിന് കുറച്ച് വഴികളും ഞാൻ പറഞ്ഞുതരാം, സമയം പെർമിറ്റ് ചെയ്യുന്നുണ്ട്. വേണം ഒരു 5 മിനിറ്റ് കൂടി എടുത്തൂടെ? ഉപകാരമുള്ള സാധനമാണ്, എടുക്കാം. ഓ കുഴപ്പമില്ല അല്ലേ? ആ സ്റ്റോക്ക് ചെയ്യേണ്ടത്. ഒരു കാര്യം പറയാം, ഗ്രെയിൻ പ്രോ ബാഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗ്രെയിൻ പ്രോ, അതായത് അതിൽ പിന്നെ ഓക്സിജൻ ഉണ്ടെങ്കിലല്ലേ ഈ ജീവികൾ ജീവിക്കുള്ളൂ. അപ്പൊ ഓക്സിജൻ ഇല്ലാണ്ടാക്കുന്ന ഒരു ബാഗ് ഉണ്ട്, ഗ്രെയിൻ പ്രോ എന്ന്. ഗ്രെയിൻ പ്രോ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഇനി നിങ്ങൾ ഇത് ഗൂഗിളിൽ അടിക്കാൻ വേണ്ടി നോക്കണ്ട. നിങ്ങൾ എല്ലാവരും കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലേ? സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആ ഒരു മനുഷ്യൻ കേരളത്തിൽ ഉണ്ടാവില്ല. ആരും കൊണ്ടാ? ഇല്ലല്ല. ഒന്നെടുക്കാം. അതിൽ ജെമിനി എന്നൊരു സാധനം ഉണ്ട്, കേട്ടിട്ടാ? ഈ ജെമിനി എന്ന് വെച്ചാൽ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഗൂഗിളിൽ വെച്ച് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എന്നാ വേണ്ടത്. ഇപ്പൊ നിങ്ങളെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു തരും. അപ്പൊ ഈ ഗ്രെയിൻ പ്രോ ബാഗ് ഉണ്ട്. ആ ഗ്രെയിൻ പ്രോ ബാഗിൽ എടുത്താൽ അതിന്റെ ഓക്സിജൻ കളയും. കുറച്ച് വിലയുണ്ട്, പക്ഷെ എന്നാലും പിന്നെ പെപ്പറിനത് ആവശ്യമില്ല. ഗ്രെയിൻ പ്രോ, നമ്മളെ ഗ്രെയിൻ എന്നുള്ളത് മറ്റേ ഇതില്ലേ, ഗ്രെയിൻസ് ആ അർത്ഥത്തില്ല. അത് ശരിക്കും ഈ പിന്നെ ഉഴുന്ന്, ചെറുപയർ ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
അത് പിന്നെ അന്വേഷിക്കേണ്ടി വരും. നമ്മൾ അത് മേടിക്കേണ്ടതില്ല, കാരണം കുരുമുളകിന് എന്താ ആവശ്യമില്ല. കുരുമുളക് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അത് വളരെ ഭംഗിയായി അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കരുനാട് എന്ന് പറഞ്ഞുള്ള കർഷകരുണ്ട്, അദ്ദേഹത്തിന് ഏത് സ്റ്റോക്ക് അവരൊരു 100 ചാക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വീട്ടിൽ. ആ പാക്കിൽ നിന്ന് ഏത് ചാക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ധൈര്യത്തിൽ അത് ഓപ്പൺ ചെയ്തിട്ട് പ്രൈം ആയിട്ട് കൊടുക്കാം, ഒന്നും ചെയ്യേണ്ട ആവശ്യം. മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഒറ്റ മിനിറ്റ്, ഈ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ്, അത് ഞാൻ പറയാൻ പറ്റുക, കാരണം ലൈസൻസ് ഓറിയന്റഡ് ആയതുകൊണ്ട്. സാധാരണ ഞാൻ പറയുന്ന നമ്മുടെ പേപ്പർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം റിജക്ട് ആവും. കാരണം എന്താ പറയാ, നമ്മൾ പറിച്ചവടെ എന്താ ചെയ്യാ, അല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു 10 മിനിറ്റല്ലേ പറഞ്ഞേ, എന്താ ചെയ്യാ, നമ്മള് നിലത്തിട്ട് ചവിട്ടിയിട്ടല്ലേ അവരെ ആടുന്ന ഒരു സാധനം കൊണ്ടൊക്കെ നമുക്കുണ്ട്, ചിക്കൻ പ്രോസസ് ചെയ്തത് അവർ ചവിട്ടിയിട്ട് നമുക്ക് തന്നെ നമ്മൾ തിന്നോ ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ സാധനങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകാൻ തന്നെ മടിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്ത് വെച്ചാൽ ഹാർവെസ്റ്റ് ഇത് പെപ്പർ ത്രഷർ, പെയിൻകോന്റെ പെപ്പർ ത്രഷർ ഉണ്ട്, നല്ല വൃത്തിക്ക് ത്രഷർ ചെയ്ത് തരും. 27,000 രൂപയാണ് ഫുൾ വില. പക്ഷെ സബ്സിഡി കഴിയുമ്പോൾ 80% സബ്സിഡി ആകുമ്പോൾ ചെറിയ വിലയുള്ളൂ ത്രഷർ. ഓക്കെ, ഒന്നത്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ അതിന് PDS, നമ്മുടെ പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിന്റെ ഫെസിലിറ്റി ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് നേരത്തെ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ, അത് അവർ സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിയതാണ് 1 കോടി രൂപ സ്റ്റെറിലൈസേഷന്റെ. പക്ഷെ നമുക്ക് ആവശ്യമില്ല അത്, കാരണം നമ്മൾ എക്സ്പോർട്ടിന് പോകുന്ന മാത്രമേ അത് വേണ്ടൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ കൃത്യമായി കെട്ടിവെച്ച കുരുമുളകാണെങ്കിൽ സൺ ഡ്രൈ ചെയ്ത്, അതായത് സൂര്യത്തിൽ നമ്മൾ ഈ ഉണക്കുന്നതിനെ കുറിച്ച് ഡ്രയർ മേടിക്കാൻ വേണ്ടി ഞാൻ ഡ്രയർ സ്മാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വാങ്ങാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ജയശ്രീ മേഡം ഇന്ന് രാവിലെ ക്ലാസ് എടുക്കേണ്ടത് ശരിക്കും ജയശ്രീ മേഡം ആയിരുന്നു, എന്തോ അസുഖം കാരണം വരാത്തതാണ്, അതുകൊണ്ടാണ് മറ്റേ മേഡം വന്നത്. അപ്പൊ ജയശ്രീ മേഡത്തിന് പോയി കണ്ടു IASRൽ. ജയശ്രീ മേഡം പറഞ്ഞത് സൺ ഡ്രൈയിങ് പെപ്പറിന് സൂര്യന്റെ ഇതിൽ തന്നെ ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൂര്യനിൽ ഉണക്കി കഴിഞ്ഞിട്ട് കൃത്യമായി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവും വരില്ല. അപ്പൊ നമ്മൾ ഈ കാല് കൊണ്ട് ഒഴിവാക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ചെരുപ്പെങ്കിലും അതിന്റെ അടുത്ത് കൊണ്ടുപോകണം. കാരണം വെച്ചാൽ ചെരുപ്പിലെ കൂടെ ഒരു കല്ല് കുടുങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ എന്ത് വേണം, ഒരു സാധനം കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. എന്ത് പ്രോസസിംഗിൽ ഡീസ്റ്റോണർ എന്നൊരു സാധനമുണ്ട്, കല്ല് കളയുന്ന സാധനം, അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡീസ്റ്റോണർ ഒഴിവാക്കാം. ഇങ്ങനെയാണ് ഓരോ സാധനങ്ങൾ ഒഴിവാക്കി വന്നത്. നമ്മൾ മേടിച്ചത് ത്രഷർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണം. ഗ്രേഡിങ് അറിയില്ലേ? ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ മൈക്രോഡ്യൂട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല ബോൾഡ് ആയിട്ട് കിട്ടും. 580 എബോ ലിറ്റർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ബോൾഡ് ബെറീസ് തന്നെ ഉണ്ടാവാം. പിന്നൊന്ന് ഇത് ഒരു കാര്യം പറയണ്ടല്ലോ, ഈ തലശ്ശേരി പേപ്പർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? തലശ്ശേരിയിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ സാധനം മേടിച്ചുകൊണ്ട് പോയത്, അത്രയേ ഉള്ളൂ. ശരിക്കും GI ടാഗ് ഉള്ളത് മലബാർ പേപ്പറിനാണ്. അതല്ല ഞാൻ പറഞ്ഞത് തലശ്ശേരി പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പിന്നെ നെതർലാൻഡ്സ് ഇങ്ങനെയുള്ള കുറച്ച് സെല്ലേഴ്സോട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തലശ്ശേരി പേപ്പർ എന്നാ പറയാം. ശരിക്കും തലശ്ശേരി എന്ന സാധനം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി എന്നുള്ള ഒറ്റ പ്രശ്നമില്ല, വേറെ ഒന്നുമില്ല. GI കിട്ടിയിരിക്കുന്നത് മലബാർ പേപ്പറിനാണ്. അത് അല്ല ഞാൻ പറഞ്ഞത് തലശ്ശേരി പേപ്പർ എന്നുള്ള മാത്രം. ബോൾഡ് എക്സ്ട്രാ ബോൾഡ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് TGSCB, തലശ്ശേരി ഗാർബിൾഡ് സ്പെഷ്യൽ എക്സ്ട്രാ ബോൾഡ്. അത് ആ സാധനം ഉണ്ട്, അത് 4 വെച്ചിട്ട്. പക്ഷെ നമുക്കത് കിട്ടാൻ വളരെ കുറേ കിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഏരിയയിലുള്ളത് വളരെ ചുരുങ്ങിയ നല്ല സ്പൈസിനെസ് ഉള്ള ഇതായതുകൊണ്ട് അവർ ചെയ്യുന്നത് മറ്റേത് കൊണ്ടുവന്നിട്ടാണ്, ഇത് കൂർക്ക് ആ സാധനം കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതിന് ഇത്ര ക്വാളിറ്റി, നമ്മളതിന്റെ ക്വാളിറ്റി ഉള്ളൂ. നമ്മളെ ക്വാളിറ്റിയിൽ നമുക്ക് ഏറ്റവും നല്ലത് ആദ്യം കാണിച്ച 3 പൊടിയിൽ തന്നെ പിടിക്കാൻ പറ്റും. കേരളത്തിന്റെ മാർക്കറ്റ് പിടിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ സിന്തായിട്ട് ചെയ്യുന്നത്, കിച്ചൺ ബ്രഷസ് ചെയ്യുന്നത് ഒളിയോറസിന് എടുത്തതിന് ശേഷമുള്ള സാധനമാണ് ഭൂരിഭാഗം കേരളത്തിന്റെ മാർക്കറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്ത് ഫസ്റ്റ് ദിവസം കുരുമുളക് മേടിച്ച് പോയ ആൾ പിറ്റേന്ന് വന്നിട്ട് മേടിക്കുന്നത്. കാരണം ഒളിയോറസിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. അതാണ് ഭൂരിഭാഗവും മാർക്കറ്റിലേക്ക് വരുന്നത്, കേരളത്തിന്റെ മാർക്കറ്റിൽ. അല്ല അങ്ങനെയല്ല, നമ്മൾ ചവിട്ടുന്നതല്ലേ, ചവിട്ടുന്നതിലെങ്കിലും കുറച്ചെങ്കിലും ഒരു മാന്യത കാണിക്കാന്ന് മാത്രമേ ഞാൻ പറയുന്നത്. മനസ്സിലായി? ചെരുപ്പ് കൂടെ കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ കല്ലാടം വീണിട്ടുണ്ടെങ്കിൽ എങ്ങനെ? അല്ല നിങ്ങള് അതായത് ഇപ്പം ഈ PDS ചെയ്യുന്ന എങ്ങനെയാ, അത് ഞാൻ അതിന്റെ ഇത് പറയാം. PDS ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ, അതായത് പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയ്യുന്ന ഓർഗാനിക് പെപ്പർ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവരുടെ ഒരു പാക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് സെബാസ്റ്റ്യേട്ടന്റെ വീട്ടിൽ നിന്ന് ചെയ്തതാണ് എന്നുള്ളടക്കം തിരിച്ച് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് എക്സ്പോർട്ടിൽ പ്രധാനമായിട്ടും വേണ്ടത്. അപ്പൊ ട്രേസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് സെബാസ്റ്റ്യേട്ടന്റെ വീട്ടിലേക്ക് അവർ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് ബയർ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾ പോകുന്ന സമയത്ത് അവിടുന്ന് കാലോട് ചവിട്ടി മരിക്കുന്നുണ്ടെങ്കിൽ എന്തായി PDS പിന്നെ അവർ സാധനം മണിക്കൂല. കാരണം ജർമ്മൻ മെയിൻ ആയിട്ട് അവർക്ക് അതാണ് കസ്റ്റമേഴ്സ്. അപ്പൊ ചെറുതാഴത്തിൽ എടുക്കുന്ന സാധനം എടുക്കാൻ വന്നിട്ട് ഇപ്പൊ പറഞ്ഞവരെ ആരെങ്കിലും വന്നിട്ട് ചെരുപ്പ് ഇട്ടിട്ട് നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോകും. അതാണ് പ്രശ്നം. അതിനുവേണ്ടിയാണ് ത്രഷർ മേടിച്ചു വെച്ചതേ ഉള്ളൂ, അറ്റ്ലീസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്ന കൂട്ടത്തിലെ ഒരു മാന്യതയായിട്ട് ഈ ഡീസ്റ്റോണർ അറ്റ്ലീസ്റ്റ് ഒഴിവാക്കാമല്ലോ. ഒരു കല്ല് കുടുങ്ങി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, ഡീസ്റ്റോണർ ഒഴിവാക്കാം. മറ്റേ പെപ്പറിന്റെ തന്നെ ഇമ്പ്യൂരിറ്റീസ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ
സ്റ്റോ കല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റും. സിമെന്റിന്റെ കല്ലും വരാലോ. അത് ഞാൻ അവിടെ ചെറുതായിട്ട് ജൈവവളം കൊടുക്കാനാണ്. അപ്പൊ ജൈവവളം കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ ആദ്യം മണ്ണിന്റെ ഫെസിലിറ്റി ഉണ്ടായി, അത് പിന്നെ കോൺക്രീറ്റ് ആക്കി. കോൺക്രീറ്റ് ആക്കുന്ന സമയത്ത് ഈ സൈഡിൽ കോൺക്രീറ്റ് ഇതൊക്കെ ചെറിയ പൊടികൾ ഉണ്ടാവില്ല. ഇവർ അടിച്ചു വാരി അതിലേക്ക് കൂട്ടി. ഒരാൾ വന്നിട്ട് വളം എന്ന് പറഞ്ഞാൽ തന്ന സിമെന്റിന്റെ കട്ടയാണെന്ന്. അപ്പൊ അത്രയേ ഉള്ളൂ. അത് പെപ്പറിന്റെ അത്രയല്ലേ വേണ്ടു, ഭക്ഷണത്തിന്റെ ഇത്രയാണല്ലോ. എന്തൊക്കെ സംശയങ്ങളുണ്ടാ കൂടുതൽ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ നിങ്ങളിപ്പം വെക്കുന്നത് തളിപ്പറമ്പിലെ ഒരു ഷോറൂം ആയാലും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിങ്ങൾ വെക്കുന്നെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ബിസിനസ് അടിച്ചാൽ മതി. ജസ്റ്റ് ബിസിനസ് അടിച്ചാൽ ഒരു പ്രൊഫൈൽ വരും. നിങ്ങളുടെ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അറിയാലോ? അറിയാം. ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ മോനോ മോളോ ആരാ നിങ്ങൾക്ക് ഫോൺ ആദ്യം ഉപയോഗിക്കാൻ വേണ്ടി റെഡിയാക്കി തന്നെ അവരൊരു അക്കൗണ്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ അക്കൗണ്ടിൽ ഗൂഗിളിന്റെ ബിസിനസ് പ്രൊഫൈൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, ആ ലൊക്കേഷൻ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ചെറുതാനും ബ്ലാക്ക് പെപ്പർ പ്രൊഡ്യൂസർ കമ്പനി ഫാം അടിച്ചു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൽ വരും ഫസ്റ്റ് പേജിൽ. അതിൽ കോൺടാക്ട് നമ്പർ, വെബ്സൈറ്റ്, എപ്പോഴൊക്കെയാണ് പ്രവർത്തന സമയം, എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ട് അവർക്ക് കസ്റ്റമർ അവിടെ എത്താനുള്ള വഴി ഒന്നാമത്. രണ്ടാമത്തത്, ഇതേ ലൊക്കേഷന്റെ ലിങ്ക് ഇല്ലേ, ആ ലിങ്ക് നിങ്ങൾ പരസ്യം ഇടുന്ന സമയത്ത്, അതായത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ മെമ്പറാണെന്ന് ആദ്യം പറഞ്ഞില്ലേ, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൃഷിഭവന്റെ കേന്ദ്രീകരിച്ചിട്ട് എല്ലാ കൃഷിഭവന്റെ കീഴിലും ഒരു കർഷക മിത്രം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലൊരു 500-600 ആൾക്കാരുണ്ട്. ഈ 600 ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ മെയിൻ ആയിട്ട് നടത്തിയത്. പിന്നെ ഞാൻ വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫേസ്ബുക്കിലും ഇതിലൊക്കെ പരസ്യം കൊടുക്കാൻ പറ്റും ടാർഗറ്റ് ചെയ്തിട്ട്. എങ്ങനെ? അതായത് കുരുമുളക്, ഓർഗാനിക് കുരുമുളക് ചോദിക്കുന്ന ആൾക്കാരെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അമേരിക്കയിലാണ് പരസ്യം. അതിൽ ആദ്യ കാലങ്ങളൊക്കെ അമേരിക്കൻ സംഭവങ്ങളുണ്ട്. അപ്പൊ അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി, മനസ്സിലായോ, പൊളിറ്റിക്സ്, കമ്മ്യൂണിസ്റ്റുകാരെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. ആ രീതിയിൽ ഇപ്പം വന്നതെന്ന് അറിയില്ല. അന്നേരം ഉണ്ടായത് അത് അമേരിക്കൻ എങ്ങനെ ഉണ്ടായി, റിപ്പബ്ലിക്കന്മാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം, ഡെമോക്രാറ്റുകളെ ടാർഗറ്റ് ചെയ്യാം. ആ രീതിയിലേക്ക്, അതായത് IT വർക്ക് ചെയ്യുന്ന 30-നും 25-നും ഇടയിലുള്ള പ്രായമുള്ള, അങ്ങനെ തന്നെ അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കുന്ന പരസ്യം ടാർഗറ്റ് ചെയ്യേണ്ട ആൾക്കാർ ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാം. അതായത് 75 വയസ്സിന് മുകളിലുള്ള ആൾ കുരുമുളക് പണിക്കാൻ വേണ്ടി വരുവാ വണ്ടി എടുത്തിട്ട്? ഇല്ല. അതേപോലെ 20 വയസ്സിന് താഴെയുള്ളവർ വരുവാ കുരുമുളക് പണിക്കാൻ വേണ്ടി വരുവാ? ഇല്ല. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ ബിസിനസ് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഒന്നത്. മറ്റൊന്ന്, ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പരസ്യം, അതായത് നിങ്ങൾക്ക് കുരുമുളക് ഉണ്ട്, കുരുമുളക് പൊടികൾ ലഭ്യമാണെന്നില്ലെങ്കിൽ താഴെ ഈ ലിങ്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നോക്കാൻ വരുന്നവർ എല്ലാവരും ഇപ്പം ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോകുന്നത് സ്മാർട്ടായിട്ട്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നിങ്ങളെ ലൊക്കേഷൻ തേടിയിട്ട് വരാൻ പറ്റും. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് ഫേസ്ബുക്ക് ഇത്. പക്ഷെ നമ്മൾ ഇത് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഫ്ലിപ്കാർട്ടും ആമസോണും നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കമ്മീഷനാണ് ആദ്യകാലങ്ങളിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, കുടുംബശ്രീ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉൽപ്പന്നങ്ങൾ. പക്ഷെ ഈ ഹ്യൂജ് മാർജിൻ അവർക്ക് കൊടുക്കേണ്ടത് കൊണ്ടാണ് പലരും അത് നിർത്താൻ കാരണം. അപ്പോൾ കർഷകർക്ക് അത് അഡ്വൈസബിളേ അല്ല. പക്ഷെ എന്നാലും ചെറിയ പ്ലാറ്റ്ഫോമുകൾ വേറെയും വരുന്നുണ്ട്. അതിൽ കൂടി നേരത്തെ പറഞ്ഞ പോലെ മറ്റേ മീൻ വിൽക്കുന്ന സംഭവമില്ലേ, ഫ്രഷ് ടു ഹോം, അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ആ മീൻ വിൽക്കുന്ന സമയത്ത് കുരുമുളക് വേണമല്ലോ. നമ്മൾ കുരുമുളക് ഞാൻ അവിടെ പാക്കറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത് ലാത്രം മത്സ്യ മാർക്കറ്റ് അവിടെയൊക്കെ നല്ല ഡിമാൻഡ് പോകുന്നുണ്ടായിരുന്നു സാധനം. കാരണം മീൻ മേടിക്കുന്നവര്, ചിക്കൻ മേടിക്കുന്നവര് ഒക്കെ ഇത് മേടിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെയുണ്ട്. ഓക്കെ, ഓവറായി. വേറെ ഒന്നും ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിർത്താം. എന്റെ നമ്പർ 944